തുടക്കം റോന്തും പിന്നീട് മിറാഷും ത്രില്ലർ പാർട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഇറങ്ങിയ തുടരും സെക്കൻഡ് ഹാഫ് നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. വെൽക്കം ബാക്ക് ഫ്രം ദ ഡയറക്ടർ ഓഫ് പുഴു. നവ്യ നായർ, സൗബിൻ ഷാഹിർ, ഹരിശ്രീ അശോകൻ നായകരായി എത്തുന്ന പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി പാതിരാത്രി, ഡയറക്ടർ ബൈ റത്തീന. അപ്പോൾ പാതിരാത്രി കണ്ടിറങ്ങി ഓടിച്ചുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടുവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. നേരെ പാതിരാത്രി റിവ്യൂലേക്ക്. കൊള്ളാം, ഒരു എന്താ പറയുക, ആ ഒരു മൂഡിൽ ഇത് കാണാൻ കൊള്ളാം. നമ്മൾ ഒരുപാട് കണ്ട് മറന്ന സ്റ്റോറി തന്നെയാണ്. സസ്പെൻസ് ത്രില്ലർ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും കുറേ പെർഫോമൻസുകളുണ്ട്, നല്ല നല്ല പെർഫോമൻസുകളുണ്ട്. നമ്മൾ ഇടയ്ക്കേണ്ട സിനിമ ഷാഹി കബീർ സിനിമയുടെ ഒക്കെ ഒരു ടച്ച് കിട്ടിയോ? ആ ഒരു ടച്ച് വരുന്നുണ്ട്. റോന്ത് അതുപോലെ തന്നെ ഒരു സ്ലോ ബേസ് പോകുന്ന സ്റ്റോറിയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. കൊള്ളാം, കാണാൻ പറ്റുന്ന, കണ്ടോണ്ടിരിക്കാം, ഒട്ടും ബോറടിയില്ല. വലിയ വ്യത്യസ്തതയൊന്നുമില്ല, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഒരു ത്രൂ ഔട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പിടിച്ചേക്കുന്നത്. ജസ്റ്റ് ഒരു ഇല്ല, വേണമെങ്കിൽ ഒന്ന് കാണാം, അത്രേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ഒക്കെ വന്നതാണ്, ഇല്ല, എനിക്ക് ഔട്ട്ഡേറ്റഡ് വർക്കായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്, ഒരു നാടക ലെവലിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ പെർഫോമൻസ് പോലും പറയാനില്ല. ഇപ്പോൾ സൗബിനൊക്കെയാണ്. നവ്യ നായറിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫിലെ ഒരു എൻഡ് പോർഷൻസ് ഒക്കെ കൊള്ളാം. സെക്കൻഡ് ഹാഫ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. സ്റ്റോറി പ്രഡിക്റ്റബിൾ, ഔട്ട്ഡേറ്റഡ് ആണ്, ഒരു നാടക ലെവലിലാണ് ഡയലോഗ് ഡെലിവറി ഒക്കെ സെക്കൻഡ് ഹാഫ് പോയിരിക്കുന്നത്. അതെ, നല്ല രീതിയിൽ ചെയ്യാവുന്ന വർക്കാണ്. കാരണം ഇപ്പോൾ റോന്ത്, ഇലവീഴ പൂഞ്ചിറ പോലത്തെ ഒരു അത്രയും വർക്ക്സ് ഒക്കെ വന്നൊരു ഇൻഡസ്ട്രി അല്ലേ. അപ്പോൾ നമുക്കിത് കണ്ടിരിക്കാൻ ഭയങ്കര പാടാണ് സെക്കൻഡ് ഹാഫ്. പേഴ്സണലി എൻ്റെ ഒരു സജഷനിൽ വളരെ പുവർ ഫിലിമിക്ക് സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി ഭയങ്കര പുവറാണ്. ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ മനസ്സിലാവും, പിന്നെ ഒന്നുമില്ല സെക്കൻഡ് ഹാഫിൽ. എന്താ സംഭവം, പ്ലെയിനാണ്, ഒന്നുമില്ല, ഭയങ്കര ഇമോഷണലായിട്ട് പോയിരിക്കണം, ഒന്നും നമുക്ക് വർക്കായില്ല, ഒന്നും ഭയങ്കര വീക്ക് ഫിലിമായിട്ട് എനിക്ക് തോന്നുന്നു. കൊള്ളാം ബ്രോ, കുഴപ്പമില്ല. പക്ഷേ ക്ലൈമാക്സ് ലാസ്റ്റ് സീൻ നല്ലതായിരുന്നു. അതിന് മുമ്പ് കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്തു. ബട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് കൊള്ളായിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ചതിനും കുറച്ച് മാറിയുണ്ട്. പിന്നെ ത്രില്ലർ പാർട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഇറങ്ങിയ തുടരും അങ്ങനെ ഒരു ലെവൽ വന്നിട്ടില്ല, എന്നാലും അത്യാവശ്യം കൊള്ളാം. ഇല്ല, റോന്ത് ആ ലെവൽ എനിക്ക് ഫീൽ റോന്താണൊന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി ഓരോരുത്തർ എക്സ്പീരിയൻസ് ആണല്ലോ. റോന്തൊക്കെ ഇല്ലേ, റോന്ത് പോലത്തെ ആ ഒരു ജോണർ വേണമെന്നുണ്ട്. നൈറ്റ് പെട്രോളിങ്ങിന് പോകുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് തന്നെയാണ്. കുഴപ്പമില്ല, നമുക്ക് കണ്ടോണ്ടിരിക്കാം, വേറെ മോശം അഭിപ്രായമൊന്നുമില്ല പറയാൻ. പുഴുവിൻ്റെ അല്ല, അങ്ങനത്തെ ഒരു ഭീകരമായിട്ടുള്ള പൊളിറ്റിക്സ് ഒന്നും സിനിമയ്ക്കകത്ത് പറയുന്നില്ല. നോർമൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. പാതിരാത്രി കൊള്ളാം, ഒരു മോശം പടമൊന്നുമല്ല. പിന്നെ ഇതേപോലത്തെ സിനിമകൾ ഇഷ്ടം പോലെ വന്നു പോയിട്ടുണ്ട്. റോന്ത് പോലൊരു പടമാണോ? കുറച്ച് തുടക്കം റോന്തും പിന്നീട് മിറാഷും എല്ലാം കൂടി ചേർന്നിട്ട്, പക്ഷേ ഒട്ടും അത്ര കണ്ട് കൊമേഴ്സ്യൽ എലിമെൻ്റ് ഇല്ലാണ്ട്, അവിയലല്ലാതെ നല്ല രീതിയിലുള്ള പ്രസൻറ്റേഷൻ, ഒരു ഡയറക്ടോറിയൽ ബ്രില്യൻസിനകത്തുണ്ട്. നമ്മൾ കണ്ടുപിടുത്ത ട്വിസ്റ്റ് തന്നെയാണോ അതോ ഫ്രഷ്നെസ് ഉണ്ടോ സിനിമയ്ക്ക്? ഒരു ഭയങ്കരമായ പ്രശ്നസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓവറോൾ അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊള്ളാം. എന്താണ് പോസിറ്റീവായിട്ട് തോന്നിയത് സിനിമയിൽ? പോസിറ്റീവായിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഡയറക്ഷൻ തന്നെയാണ്. കൊള്ളാം. നെഗറ്റീവായിട്ടോ? നെഗറ്റീവ് എനിക്ക് തോന്നുന്നത് ചില ഇപ്പം ഇവർ ട്വിസ്റ്റിൻ്റെ കാര്യം തന്നെ നോക്കിയാൽ ചിലതൊക്കെ ഈ സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന സംഭവങ്ങൾ തന്നെ കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. പക്ഷെ അതിനെ മാക്സിമം അവർ ഒതുക്കിയിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ചബിൾ അത്രയും അപ്പുറം ഒന്നുമില്ലല്ലേ? അതിനപ്പുറമൊന്നും. ഓക്കെ, താങ്ക് യു. നല്ല സിനിമ, പുഴുവിനെ പോലെ നല്ല സിനിമയാണ്. രാഷ്ട്രീയമുള്ള അങ്ങനെ എന്തെങ്കിലും? രാഷ്ട്രീയമൊന്നുമല്ല, ഒരു ഡിക്റ്റേറ്റീവ് ഒരു സിനിമ, ഒരു ഡിക്റ്റേറ്റീവ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ. നവ്യ നായരുടെ ഒരു കംബാക്ക് ആണോ? അവർ കംബാക്ക് ഒന്നും ആണെന്ന് എനിക്കറിയാൻ വയ്യ, അവർ നമ്മളോട് ആക്ട് ചെയ്തു. നല്ല പടം. എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സിനിമയിൽ? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ത്രില്ലർ ആണോ? സൗബിന്റെ പെർഫോമൻസ് എന്നുവെച്ചാൽ റോന്ത് പോലൊരു സിനിമ ആണോ? അത്രയും വരത്തില്ല, എന്നാലും കുഴപ്പമില്ല. എൻഗേജിങ് ആണോ? ലാഗ് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ആണോ? അല്ല, സീറ്റിൽ പിടിച്ചിരുന്ന ത്രില്ലർ ആണോ അതോ ലാഗ് ഫീലിംഗ് എന്തെങ്കിലും ഉണ്ടോ? ലാഗ് ഇല്ല. ഓക്കെ ആണ്.